ഇപ്പോൾ LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സർ, ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം, ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. CPM ഈ ഒരു പ്രഖ്യാപനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തെരഞ്ഞെടുപ്പിന് CPM സജ്ജമാണല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ തെരഞ്ഞെടുപ്പിന് സജ്ജമാണ്. CPM നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ സംഘടനാ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സംഘടനാപരമായി തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചൊരുങ്ങിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് 9 വർഷം പൂർത്തീകരിക്കുന്ന ഒരു സന്ദർഭമാണിത്. രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ 4ാം വാർഷികം അതിഗംഭീരമായി കേരളത്തിലുടനീളം ആഘോഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ജനങ്ങളുടെ ഒരു പൊതു പ്രതികരണം ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂര് അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ, അതായത് പൂർണ്ണമായിട്ടും വളരെയധികം അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുവായ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുവാൻ പോകുന്നത്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം കുറെ കാലമായി എല്ലാ ജനവിഭാഗങ്ങളും ശ്രദ്ധിക്കുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്ന ജനക്ഷേമ നടപടികൾക്കൊന്നും സഹായകരമായ നിലപാടല്ല ഇവിടെ ഇപ്പോൾ അവർ UDF തുടർച്ചയായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ രൂപപ്പെടുന്ന ഒരു കോർപ്പറേറ്റുകളും വർഗീയ ശക്തികളും കൂടിച്ചേരുന്ന ഒരു കൂട്ടുകെട്ടുണ്ട്. ദേശീയ തലത്തിൽ തന്നെ ഇവിടെ ബിജെപിയുടെ നേതൃത്വത്തിൽ അത്തരമൊരു കൂട്ടുകെട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ആ കൂട്ടുകെട്ടിനെയാണ് നേരിടേണ്ടത്. ആ കൂട്ടുകെട്ടിനെ നേരിടുന്നതിന് പകരം കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ വർഗീയ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിന് അനുകൂലമായ നിലപാടാണ് കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ ശരിയായ നിലയിൽ തിരിച്ചറിയുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നന്ദി. LDF കൺവീനർ ടി.പി. രാമകൃഷ്ണനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചത്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണ സജ്ജമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എല്ലാവിധ ശുഭപ്രതീക്ഷയോടും കൂടിയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ CPI യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നാകെയും നേരിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.